ശിരോവസ്ത്ര വിലക്കിന് പിന്നാലെ പള്ളുരുത്തി സെന്റ് റീത്താസിലെ 2 കുട്ടികൾ കൂടി സ്കൂൾ വിടാനൊരുങ്ങുന്നു. രക്ഷിതാക്കൾ ടി.സിക്ക് അപേക്ഷിച്ചു. ശിരോവസ്ത്രം മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുന്നുവെന്ന സ്കൂൾ അധികൃതരുടെ പ്രസ്താവന ആശങ്കയുണ്ടാക്കുന്നുവെന്ന് രക്ഷിതാക്കൾ പ്രതികരിച്ചു. ശിരോവസ്ത്ര വിഷയത്തിൽ സെന്റ് റീത്താസ് സ്കൂളിന്റെ കടുത്ത നിലപാടിനെതിരെയാണ് രക്ഷിതാക്കൾ രംഗത്ത് വന്നത്. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന തന്റെ മക്കളെ തുറന്ന് അവിടെ പഠിപ്പിക്കാൻ താൽപര്യമില്ലെന്നറിയിച്ച് പള്ളുരുത്തി സ്വദേശികളായ ജസ്ന ഫിർദോസ് ദമ്പതികളാണ് സ്കൂളിൽ ടി.സിക്കായി അപേക്ഷ നൽകിയത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയുടെ ശിരോവസ്ത്രം മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുന്നുവെന്ന സ്കൂൾ അധികൃതരുടെ പ്രസ്താവന ആശങ്കയുണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. സ്കൂൾ അധികൃതരുടേത് വിശ്വാസത്തെയും സംസ്കാരത്തെയും അപമാനിക്കുന്ന നിലപാടെന്നും വിദ്യാർത്ഥികളുടെ മാതാവ് പ്രതികരിച്ചു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ള സ്കൂളിൽ പഠിപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അതിനൊതുങ്ങുന്ന തരത്തിൽ അതേ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ തന്നെ നമ്മൾ ഒരു അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ്. ആ മിസ് എല്ലാ പിന്തുണയും പറഞ്ഞിട്ടുണ്ട്. ടി.സിക്ക് വേണ്ടി സ്കൂളിൽ വെള്ളിയാഴ്ച അപേക്ഷ നൽകിയെങ്കിലും 2 ദിവസം പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂള് അവിടുത്തെ പ്രിൻസിപ്പൽ ഹെലീന, സിസ്റ്റർ ഹെലീന ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അതോടൊപ്പം തന്നെ വളരെ വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഹിജാബ് വേണ്ട എന്ന് പറയാൻ ഇവർ പറഞ്ഞ ഒരു കാരണമുണ്ട്. ആ കാരണം ഈ ഒരു കുട്ടി ഇത്തരത്തിൽ ഒരു തലമറച്ച് വരുന്നത് മറ്റുള്ള കുട്ടികളിൽ ഭയം ഉണ്ടാക്കുന്നു എന്ന്. ആരെയാണ് നിങ്ങൾ ഭയപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ആർക്കാണ് ഭയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ആരിലാണ് ഭയം കുത്തിനിറക്കാൻ ഈ പറയുന്ന സ്കൂളും സ്കൂൾ മാനേജ്മെന്റും സ്കൂൾ പ്രിൻസിപ്പളും ശ്രമിക്കുന്നത്? ഇവിടെ കുട്ടികൾക്കല്ല ഭയം ഉണ്ടാവുന്നത്. ഭയം ആ മാനേജ്മെന്റിനാണ്, ഭയം ആ സ്കൂൾ പ്രിൻസിപ്പളിനാണ്. എന്തിനെയാണ് ഇവർ ഭയക്കുന്നത്? ഹിജാബിനെ മാത്രമാണോ ഇവർ ഭയക്കുന്നത്? ഹിജാബിനെ അല്ല ഇവർ ഭയക്കുന്നത്. ആ ഹിജാബ് ഇട്ട കുട്ടിയെയാണ് ഭയക്കുന്നത്. ആ സമൂഹത്തെയാണ് ഭയക്കുന്നത്. ഭയമല്ല ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത് ഒരു തരത്തിലുള്ള വിഷമാണ്. കാരണം തല മറച്ചതുകൊണ്ട് അല്ലെങ്കിൽ മതത്തിൻ്റെതായ വസ്ത്രം ധരിച്ചതുകൊണ്ട് അത് കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഭയം തോന്നണമെങ്കിൽ ആദ്യം ആ പ്രിൻസിപ്പളിനെ കാണുമ്പോൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഭയം ഉണ്ടാവണ്ടേ? ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ അത് ആ പ്രിൻസിപ്പളിന്റെ കാര്യത്തിൽ മാത്രമാണ്. ഈ പറയുന്ന സിസ്റ്റർ ഹെലീനയുടെ കാര്യത്തിൽ മാത്രമാണ്. സിസ്റ്റർ ഹെലീന ഈ പറയുന്ന തിരുവസ്ത്രമിട്ട് കാണുന്നതും അവർ ശിരോവസ്ത്രം അണിഞ്ഞ് കാണുന്നതും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ അവരെ കാണുമ്പോൾ, അവരുടെ മുഖം കാണുമ്പോൾ അത് കേരളത്തിന്റെ സമൂഹത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരു തിരുവസ്ത്രം അണിഞ്ഞ ആളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനത്തെ വിഷവിത്തുകൾ പുറത്തു വരാൻ പാടില്ലാത്തതായിരുന്നു. അവരുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള വിഷം ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. ഒരു തിരുവസ്ത്രത്തോട് യോജിച്ചുള്ള അല്ലെങ്കിൽ അതിന് അനുയോജ്യമായ ഒരു പ്രവൃത്തിയല്ല ഈ പറയുന്ന സിസ്റ്റർ ഹെലീനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോ ഈ കുട്ടികൾ അവിടെ നിന്ന് ഓരോന്നായി കൊഴിഞ്ഞു പോവുകയാണ്. എന്ന് പറഞ്ഞാൽ അവരവിടുത്തെ പഠിത്തം അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കടന്നു ചെല്ലുന്നത് ഇതുപോലെ തന്നെ സഭ നടത്തുന്ന മറ്റൊരു സ്കൂളിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസവും ഇന്നലെയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇത് ക്രൈസ്തവരുടെ പ്രശ്നമല്ല, ഇത് ഇസ്ലാമിന്റെ പ്രശ്നമല്ല, ഇത് ഹൈന്ദവരുടെ പ്രശ്നമല്ല, ഇത് ഈ പറയുന്ന സിസ്റ്റർ ഹെലീനയുടെ പ്രശ്നമാണ്. ഇത് ഈ പറയുന്ന സെന്റ് റീത്താസ് സ്കൂളിന്റെ പ്രശ്നമാണ്, അവരുടെ മാനേജ്മെന്റിന്റെ പ്രശ്നമാണ്. അതിനപ്പുറത്തേക്ക് ഇതിന് ഒരു മതത്തിന്റെയും അതിർവരമ്പുകളുമായി കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. ആ മതത്തിന്റെ ആളെന്ന് പറയുന്ന അല്ലെങ്കിൽ ആ മതത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു, അത്രയേ ഉള്ളൂ ഈ കാര്യം. കാരണം ഇത് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഈ സെന്റ് റീത്താസ് സ്കൂളിൽ നിന്ന് ടി.സി വാങ്ങി പുറത്തു വരുന്ന പിള്ളേര് വീണ്ടും ആ കുട്ടികൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു സഭയുടെ സ്കൂളുകളിലേക്കാണ്. അവിടെ ഇതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹിജാബ് ഇടാം, തലയിൽ തട്ടമിടാം, യൂണിഫോം ധരിക്കണം. യൂണിഫോം ധരിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കേരളത്തിന്റെ ഈ തെരുവോരങ്ങളിൽ സ്കൂൾ ദിവസങ്ങളിൽ നിങ്ങൾ രാവിലെ കാലത്ത് ഈ മക്കൾ സ്കൂളിലേക്ക് പോകുന്ന സമയം, അതല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയം ഈ കേരളത്തിന്റെ തെരുവുകളിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കൂ. അതിൽ തല മറച്ചവരുണ്ട്, തല മറക്കാത്തവരുണ്ട്. പക്ഷേ ഇവരെല്ലാവരും യൂണിഫോം ധരിച്ചവരാണ്. അവിടെ യൂണിഫോമിറ്റിക്കൊന്നും യാതൊരു വിധത്തിലുള്ള കോട്ടങ്ങൾ വന്നിട്ടില്ല. തല മറച്ചവരും തല മറക്കാത്തവരും
കൈയോട് കൈ ചേർത്ത് തോളോട് തോൾ ചേർത്ത് ഒരുമിച്ച് നടന്നു പോകുന്നു, ഒരേ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നു, ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുന്നു, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണങ്ങൾ ഷെയർ ചെയ്യുന്നു. മക്കൾക്ക് അങ്ങനത്തരത്തിലുള്ള യാതൊരു ഭയവുമില്ല. ഈ ഭയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? അത് ഈ പറയുന്ന സിസ്റ്റർ ഹെലീനയാണ്. അത് ഈ പറയുന്ന സെന്റ് റീത്താസ് സ്കൂളിലെ മാനേജ്മെന്റ് ആണ്. ഇവർക്ക് എന്താണ് ഈ കാര്യത്തിൽ വലിയൊരു അജണ്ടയുള്ളത്? ആ അജണ്ട എന്ന് പറയുന്നത് മറ്റ് പലരുടെയും അജണ്ടയാണ്. അതിൽ ഒരാൾ, മുന്നിൽ നിൽക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായിട്ടുള്ള PC ജോർജ് എന്ന് പറയുന്ന ചെറ്റയുടെ മകൻ ഷോൺ ജോർജ് ആണ്. ഈ ഷോൺ ജോർജ് നിരന്തരമായി കേരളത്തിന്റെ മനസ്സുകളിൽ ഈ പറയുന്ന തരത്തിൽ വിഷവിത്തുകൾ പാകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇവൻ ഇപ്പോൾ ഈ വിഷവിത്ത് പാകാനുള്ള ശ്രമം നടത്തി. ഇവൻ ഇപ്പോൾ ഈ വിഷവിത്ത് പാകാൻ ശ്രമിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. ഛത്തീസ്ഗഡിൽ ഈ ശിരോവസ്ത്രം അണിഞ്ഞവർക്ക് നേരെ നടന്ന ആക്രമണങ്ങൾ, അതിൽ പ്രതിയായിട്ടുള്ളവർ ഈ രാജ്യത്തെ സംഘ് പരിവാറാണ്, ഈ രാജ്യത്തെ RSS ആണ്. ഈ സംഘ് പരിവാറിനും RSSനും കുഴലൂതുകയും അവരുടെ കുണ്ടി നക്കി കൊടുക്കുകയും ചെയ്യുന്ന അപ്പനും മോനും ഈ പറയുന്ന കാര്യത്തിൽ അവരുടെ മേൽ ഒരു മേൽക്കോയ്മ സൃഷ്ടിച്ചുകൊണ്ട് അവരെ ഇത്തരത്തിൽ ഒരു വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ വർഗീയതയുടെ വിഷം കുത്തി നിറച്ചുകൊണ്ട് അവരുടെ ശ്രദ്ധകൾ മാറ്റിമറിക്കുവാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ പറയുന്ന ഷോൺ ജോർജും അവന്റെ അപ്പനും കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും ഒരു തർക്കവുമില്ല. അവിടെയും നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നത് മതത്തിന്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുകയും തിരുവസ്ത്രം അണിയുകയും കുരിശുമാല അണിയുകയും കൊന്ത ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ തിരുവസ്ത്രമിട്ട സിസ്റ്റർ ഹെലീന എന്തിന് ഇതിന് കൂട്ടുനിന്നു എന്നുള്ള കാര്യമാണ് നമ്മുടെ മുന്നിൽ ചോദ്യമായി ഉയരുന്നത്. കാരണം ഈ സിസ്റ്റർ ബൈബിൾ പഠിച്ചവരാണ്. ഈ സിസ്റ്റർ ക്രൈസ്തവരെ മുന്നിൽ നിന്ന് നയിക്കുന്നവരാണ്. അങ്ങനെ ഈ സിസ്റ്റർ തിരുവസ്ത്രം അണിഞ്ഞവരാണ്. ഇവർ ദൈവത്തിൻ്റെ മണവാട്ടിയാണ്. അങ്ങനത്തെ ഇവർ ദൈവത്തിന് നിരക്കാത്തത്, യേശുക്രിസ്തുവിന് നിരക്കാത്തത്, ബൈബിളിന് നിരക്കാത്തത്, ബൈബിളിൻ്റെ അധ്യാപനങ്ങൾക്ക് എതിരായിട്ടുള്ള പ്രവർത്തികൾ ഈ തിരുവസ്ത്രമിട്ട ആളിൽ നിന്ന് എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. അതിനുള്ള പല ഉത്തരങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഉത്തരങ്ങൾ പലതുണ്ട്. പല നേട്ടങ്ങൾക്ക് വേണ്ടി, പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. പലരുടെയും ചട്ടുകമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പല ആനുകൂല്യങ്ങളും കിട്ടണമെന്ന് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പലതും ആദർശത്തെയും ബൈബിളിനെയും വരെ തള്ളിപ്പറയുകയാണ്. ബൈബിളിന്റെ അധ്യാപനങ്ങളെ തള്ളിക്കളയുകയാണ്. അതല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബൈബിൾ പഠിച്ച വ്യക്തിക്ക് എങ്ങനെ മറ്റു മതത്തിൽപ്പെടുന്ന, മറ്റു വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന, മറ്റു വിശ്വാസങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ അപഹസിക്കാൻ കഴിയും? എങ്ങനെ നിന്ദിക്കാൻ കഴിയും? മറ്റുള്ളവരുടെ വിശ്വാസത്തിലേക്ക് കടന്നു കയറാൻ ബൈബിൾ മുറുകെ പിടിക്കുന്ന, അല്ലെങ്കിൽ അത് പഠിച്ചിട്ടുള്ള, അതിൻ്റെ അധ്യാപനങ്ങളെ കൃത്യമായി അറിയുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ അതിന് സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ഇവരുടെ പ്രവർത്തനങ്ങൾ ബൈബിളിനെതിരാണ്. ഇവരുടെ വാക്കുകൾ ബൈബിളിൻ്റെ അധ്യാപനങ്ങൾക്കെതിരാണ്. ബൈബിൾ പറഞ്ഞതിനെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവരുടെ വാക്കും പ്രവൃത്തിയും നടന്നിരിക്കുന്നത്. ഇവർ പ്രവർത്തിച്ചിരിക്കുന്നത് വ്യക്തമായ ലക്ഷ്യങ്ങളോട് കൂടിയാണ്, വ്യക്തമായ കാഴ്ചപ്പാടുകളോട് കൂടിയാണ്. ആ കാഴ്ചപ്പാടുകൾ സംഘ് പരിവാറിൻ്റെതാണ്. ആ കാഴ്ചപ്പാടുകൾ, ആ അജണ്ടകൾ സംഘ് പരിവാറിൻ്റെതാണ്. സംഘ് പരിവാറിൻ്റെ ചട്ടുകമായി തിരുവസ്ത്രമിട്ട സിസ്റ്റർ ഹെലീന മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ സിസ്റ്റർ ഹെലീന തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ ഈ കേരളം വിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നാൽ അന്ന് നിങ്ങൾക്ക് പല രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരും. ഒരുപക്ഷെ നിങ്ങൾ ജയിലഴിക്കുള്ളിലായേക്കാം. നിങ്ങൾ പഠിച്ചില്ലേ ഇനിയും? നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട തിരുവസ്ത്രമിട്ട, ആ വസ്ത്രത്തെ വളരെ വിശുദ്ധിയോടുകൂടി കാണുന്ന 2 സിസ്റ്റർമാരെയാണ് കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമിക്കപ്പെട്ടത്. ആ 2 പേര് മാത്രമല്ല, ഈ കേരളം വിട്ട് പുറത്തേക്കൊന്ന് കടന്നു കഴിയുമ്പോൾ ഈ പറയുന്ന
സിസ്റ്റർമാർക്ക് നേരെയും തിരുവസ്ത്രമിട്ടവർക്ക് നേരെയും കുരിശുമാല ഏന്തിയവർക്ക് നേരെയും ബൈബിൾ കയ്യിൽ പിടിച്ചവർക്ക് നേരെയും നടക്കുന്ന ആക്രമണങ്ങളൊക്കെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടാണോ സിസ്റ്റർ ഹെലീന ഈ പറയുന്ന സംഘപരിവാറിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നത്? ഇതാണോ നിങ്ങളുടെ രീതി? ഇതാണോ ബൈബിൾ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്? ഇതിനു വേണ്ടിയാണോ നിങ്ങൾ തിരുവസ്ത്രം ഇട്ടത്? ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മിസ്സിസ് ഹെലീന? ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇതേക്കുറിച്ച് ആലോചിക്കണ്ടേ? പലതും ത്യജിച്ചുകൊണ്ട്, പലതും വേണ്ടെന്ന് വെച്ചുകൊണ്ട് ദൈവത്തിന്റെ മണവാട്ടിയാവാൻ ഇറങ്ങിത്തിരിച്ചവൾ ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ ഒരു കുത്തൽ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഒരു വേദന നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഞാൻ ചെയ്യുന്നത് ദൈവത്തിന് നിരക്കാത്ത സാത്താന്റെ പ്രവർത്തികളാണ് തിരുവസ്ത്രമിട്ട എന്നിൽ നിന്നും ഉണ്ടാകുന്നത് എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ മിസ്സിസ് ഹെലീന? വല്ലപ്പോഴും ചിന്തിക്കേണ്ടതാണ്, ഇരുന്ന് ചിന്തിക്കേണ്ടതാണ്. അടച്ചിട്ട മുറിയിൽ തനിച്ചിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും എന്നെങ്കിലും ഒരിക്കൽ ഇതേക്കുറിച്ച് ആലോചിക്കണം.